നേർച്ചകൾ ഈ പരിശുദ്ധമായ റമളാന്റെ ഹക്ക് കൊണ്ട് കൊടുക്കുമാറാകട്ടെ, പൂർണ്ണ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ഒന്നു ചേർന്ന ആലിമീങ്ങളെ ഹൃദയം കൊണ്ട് ശുക്ർ പറയുകയാണ്. എല്ലാവരും ദുആയിലുണ്ടാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ ഞങ്ങളെയും അവരെയും ഒരുമിപ്പിക്കണം റഹ്മാനെ. പഠിച്ചവനെ, അവരുടെ ഉപ്പ മുതൽ അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന കെ മുഹമ്മദ് ദാരിദ്ര്യസ്ഥലമായി ഇടപഴകി ജീവിച്ചും പരിചയപ്പെട്ടും ആ രംഗത്ത് വലിയ സേവനം ചെയ്തവരാണ് റഹ്മാനെ. ونفس كربته ونبر محلته وليا وبنا وبه حفيا اللهم فأذنا بثالث فقالوا إنا إلى العالمين اللهم ارحمه فإنك أرحم الراحمين اللهم فريقا في الجنة في السعير فاجعل بالجنان إلى الرحمن وحدا اللهم اجعل تحيته سلاما لك من أصحاب اليمين اللهم اجعل بفضل صلى الله على والله على لا يسألكم أجرا وهم مهتدون الذي فطر أتخذ من دونه آلهة يردنا الرحمن هو الله أحد الله الصمد حسنة وقنا عذاب واجعل شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا أرحم الراحمين يا الله നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. هذه الحضرة القدسية الميت من دهشة القبر ومن وحشة القبر ومن ضيق القبر هذا الدار، خاصة إلى حضرة الشيخ يوسف القادري في شهر رمضان. اللهم اجعلنا واجعلهم من متقائك وخلفائك وخلفائك وأمنائك من النار وأمانا من العذاب وخلاصا من الحساب. ആശുപത്രിയിലേക്ക് പോയതാണ്. ഒരു ചാഞ്ചല്യമില്ലാത്ത സംസാരം, കണ്ടം മുറിയാത്ത വാക്കുകൾ. അങ്ങനെ പോയ ആള് ഇന്ന് റമദാൻ 3 ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം. ഈ പ്രഭാതം ഇന്ന് വരുന്നത് സ്വാധീന മരണവാർത്തയുമായാണ്. രാത്രി മുതലേ തന്നെ ഞങ്ങൾ ഫോണിലുണ്ട്. എല്ലാ കുടുംബവുമായി അല്ലാഹു തആല ആ മഹാനുഭാവന്റെ തറക ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നഷ്ടമൊന്നുമില്ല. 68 വയസ്സ് ജീവിച്ച ആ മഹാൻ, അദ്ദേഹം ഭാവി തലമുറകൾക്കും ബാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്കുമൊക്കെ എക്കാലത്തും കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ കഴമ്പുറ്റ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ തോന്നിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്നത് അവരുടെ സമ്പത്ത് കൊണ്ടല്ല, അവരുടെ കഠിനാധ്വാനം ഏത് വഴിക്കായിരുന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തത് യഥാർത്ഥത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കടുത്ത രോഗത്തിന് ഉടമയാകാൻ തന്നെ കാരണം ഉറക്കമില്ലായ്മയാണ്. അന്തിപ്പാതിരവരേക്കും ഉറക്കമൊഴിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെതായ ഗ്രന്ഥങ്ങളുടെ സൃഷ്ടിയിലായിരുന്നു. ആ പർണശാലയിൽ വിരിഞ്ഞ പൂക്കളാണ് ആയിരക്കണക്കിന് പേജുകളുള്ള അദ്ദേഹത്തിൻ്റെ മഹൽ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളൊക്കെയും ഉസ്താദിൻ്റെ സംഭാവനകളാണ്. കേരളത്തിലെ ഒട്ടനവധി ആലിമീങ്ങളുടെ കൈവശം അത് ഉണ്ട്. ഭൂമിയോളം വിനയത്തിൽ താഴ്ന്ന് ജീവിക്കാനും എന്നാൽ ശിഷ്യന്മാരോട് അതേ സ്വഭാവം നിലനിൽക്കുമ്പോൾ തന്നെ ആ അംഗക്കലിപ്പ് സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ അടക്കിയിരുത്താനും പ്രാപ്തനായ യോഗ്യനായ ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട പാണാവള്ളി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും ഒക്കെ അള്ളാഹു സമാധാനവും തൃപ്തിയും അള്ളാഹുവിൻ്റെ അഫ്വാഹിലുള്ള തൃപ്തിയും നൽകുമാറാകട്ടെ. ഉസ്താദ് നേരത്തെ ഒന്ന് പോയി എന്നേ ഉള്ളൂ. പിന്നാലെ നമ്മളൊക്കെ പോകാനിരിക്കുന്നവരാണ്. ചിലർ നേരത്തെയാവും, ചിലർ പിന്നാലെയാവും. ആരും ഇവിടെ ബാക്കിയാവുകയില്ല.
അൽ അർവാഹു അജ്നാദുൻ മുജന്നദ, റൂഹുകളെല്ലാം ഒരു സൈന്യമാണ്. ഇത് തലഫ, ഇഹലോകത്ത് ഇണങ്ങിക്കഴിഞ്ഞിരുന്നവർ പരലോകത്തും ഇണങ്ങിക്കഴിയും. ഉസ്താദിൻ്റെ ജീവിതകാലത്ത് സ്നേഹവും അവിടുത്തെ ആദരവും ബഹുമാനവും ആർജിച്ച് ഇണങ്ങിക്കഴിഞ്ഞിരുന്ന ആളുകൾ പരലോകത്തും ബർസഖിയായ ജീവിതത്തിലും ഇണങ്ങിക്കഴിയും. ഇത് ഇഖ്തലഫ, കലഹിച്ച് ഇഹലോകത്ത് കഴിഞ്ഞവർ പരലോകത്തും കലഹിക്കും. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിനോടുള്ള സ്നേഹവും വാത്സല്യവും ആദരവും ബഹുമാനവും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയുണ്ടോ എങ്കിൽ അവർ പ്രകടിപ്പിക്കേണ്ടത് ഇവിടെ നമ്മോട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നഭൂമിയായ, അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷമായ, അവരുടെ ഊണിലും ഉറക്കിലും ശ്വാസത്തിലും നിശ്വാസത്തിലും പറഞ്ഞുകൊണ്ടിരുന്ന ദാറുൽ ഹിക്കം എന്നതിനെ പരിപോഷിപ്പിക്കുകയും എല്ലാ തലങ്ങളിൽ നിന്നും അതിന് പിന്തുണകൾ കൊടുക്കുകയും അത് വളർത്തിക്കൊണ്ടുപോരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് അവരോടുള്ള നിസ്സീമമായ കടപ്പാടുകൾ ഏർപ്പെടുത്തുന്നതായിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. هذا ما بعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. غافر المذنبين آمين برحمتك يا പ്രത്യേക സ്ഥലത്ത് മറമാടുന്നത് നമുക്കറിയാവുന്ന ജമീയത്ത് വലമ മുശാവറ മെമ്പറും ഉസ്താദിൻ്റെ തിരുമീനങ്ങാറിൽ പ്രഗത്ഭനുമായ ഹസൻ ബാഖവി പല്ലാർ അവർ ദ്വാരക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم وصل ثواب قراءتنا بركة دعائنا صلواتنا بعد القبول منا. أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم. اللهم إلى مراد جميع الأنبياء وسائر الأولياء من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى علينا وعلى والدينا وأساتذتنا تلاميذنا وجميع أشاعرنا وقبائلنا جيراننا وأعواننا من فيوضاتهم وأسرارهم وأنوارهم يا ذا الجلال والإكرام. اللهم فرج همومنا همومهم وكشف قلوبنا قلوبهم بلغ آمالنا وآمالهم وحقق رجاءنا ورجاءهم واشفنا وإياهم واشف مرضانا واشف مرضاهم وارحمنا وإياهم وارحم موتانا وارحم موتاهم يا رب العالمين. خصوصا منهم إلى حضر شيخنا سندنا الحاضر الذي حضرنا عنده يا رب العالمين. اللهم أنت تعالى منا باسمه ونسبه وحاله. اللهم اغفر لنا وله، اللهم اغفر لنا وله، اللهم اغفر لنا وله وارحمنا وإياه. اجمع بيننا وبينه في دار كرامتك ومستقر رحمتك مع عبادك الصالحين. اللهم إن كان محسنا فضل في حسناته وإن كان مسلما تجاوز عن سيئاته. اللهم ما أتاك به من حسنة فتقبلها وما أتاك به من سيئة فتجاوز عنها. اللهم إنك غني من تعذيبه وليس غنيا عن رحمتك ومغفرتك وعفوك. اللهم اغفر له وارحمه واعف عنه وعافه. اللهم اغفر له وارحمه واعف عنه وعافه. اللهم اغفر له وارحمه واعف عنه وعافه يا ذا الجلال والإكرام. اللهم افعل به ما أنت له أهل ولا تفعل به يا مولانا عاجلا وآجلا ما هو له أهل يا أرحم الراحمين. اللهم ارحمه برحمة تغنيه عن رحمة من سواك يا ذا الجلال والإكرام. اللهم نبر قبره بنور القرآن. اللهم اصلح قبره بوسعة القرآن. اللهم اجعله شفيع. اللهم اجعلنا وإياه
من السعداء المقبولين ولا تجعلنا ولا إياه من الأشقياء المطرودين. اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك من النار. اجعل رقابنا ورقبته من تلك الرقاب يا تواب يا وهاب. اللهم اجعل رقابنا ورقبته من تلك الرقاب يا تواب يا وهاب. اللهم اجعل رقابنا ورقبته من تلك الرقاب يا تواب يا وهاب. اللهم ثبته عند السؤال. اللهم الهمه الجواب. اللهم جاف القبر عن جنبه. اللهم امنه من كل فزع. اللهم لقنه حجته يا رب العالمين. اللهم ارفع درجاته عندك يا ارحم الراحمين. اللهم ارفع درجاته عندك يا ارحم الراحمين. اللهم ارفع درجاته عندك يا ارحم الراحمين. اللهم الى حضرات ابائنا وامهاتنا واخواننا واخواتنا وجميع اساتذتنا تلاميذنا جميع موتانا. اللهم الى حضرات جميع المؤمنين والمؤمنات. اللهم اجمع بيننا وبينهم في دار جنات النعيم مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين. واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات العباد وكان الحاجات. اللهم اغفر لحينا ميتنا شاهدنا وغائبنا وصغيرنا وكبيرنا ذكرنا وانثانا. اللهم من احييت منا فاحيي الاسلام ومن توفيت منا فتوفه على الايمان. واجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. ഇമാം ജനാസത്ത് നിസ്കാരത്തിന് പള്ളിയിൽ നേതൃത്വം നൽകും. എല്ലാവരും വേഗം പള്ളിയിലേക്ക് നീങ്ങുക. ജനാസ നിസ്കാരവും മഞ്ഞത്ത് മറമാടകൾ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്നതിന് കോളേജിൽ തന്നെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ശ്രദ്ധയിൽ
يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. പണാവരുടെ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോടും ഒന്നും പറയേണ്ടതില്ല. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഏതാനും കുറച്ച് ശിഷ്യന്മാരാണ് ഇന്നിവിടെ ചേർന്നിട്ടുള്ളത്. നാളെയും മറ്റന്നാളും ഒക്കെയായി അവരുടെ ജീവിതകാലത്ത് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച അനവധി നിരവധി ആചാര്യങ്ങളും കുടുംബങ്ങളും ഒക്കെ വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നം മുഴുവനും രാപ്പകലില്ലാതെ ഊണിലും ഉറക്കിലും ശ്വാസത്തിലും വിശ്വാസത്തിലും അവരെ ലക്ഷ്യമിടുന്നത് അല്ലാഹുവിൻ്റെ ദീനും ഇൽമും പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് തന്നെ സ്വന്തമായി പ്ലാൻ ചെയ്ത ഒരു സ്മാർട്ട് കോളേജാണ് ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നിലകൊള്ളുന്നത്. ആലിമീങ്ങളെ വാർത്തുണ്ടാക്കണം, ആലിമീങ്ങളെ പഠിപ്പിക്കണം, അല്ലാഹുവിൻ്റെ ദീൻ രാജ്യത്ത് പ്രചരിപ്പിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആര് എവിടെ ചെന്നാലും എവിടെ വന്നാലും ആര് വന്നാലും അവിടുത്തെ മുതാലിമുകളും ആ സ്ഥാപനവും അതുമാത്രമാണ് അവരുടെ ജീവിതത്തിൽ. 68-ാമത്തെ വയസ്സിൽ ഇന്ന് സുബഹി പുലർച്ചെ സൂര്യോപ്രഭാതം പൊട്ടിവിടരുന്നത് പണാവള്ളി ഉസ്താദിൻ്റെ ഓരിന് മലായികത്തുൽ കിറാം വാനലോകത്തേക്ക് ഉയർന്നു പൊങ്ങിയത് അവൻ നഷ്ടം ഒന്നുമില്ല. അവൻ ജീവിതത്തിൽ രാപ്പകൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവർ സമ്പാദിച്ചിട്ടുള്ള അവരുടെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെയും വരും തലമുറകൾക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്കുമൊക്കെ ഉപകാരപ്പെടുന്നവയാണ്. അദ്ദേഹം ആ അല്ലാഹുവിൻ്റെ ഖുർആനും അസ്മാഉൽ ഹുസ്നയും അവരുടെ പിതാവിൽ നിന്നും അവരുടെ മശായിഖന്മാരിൽ നിന്നും പഴനാനമക്കളിൽ നിന്നും ശൈഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ശംസുൽ നിന്നും ബഹുമാനപ്പെട്ട ഒട്ടനവധി മശായിഖന്മാരിൽ നിന്നും പരമ്പരാഗതമായി കിട്ടിയത് ഊടും പാവും നൽകി, പുതിയ ആവിർഭാവം നൽകി, പുതിയ മെത്തേഡിൽ തലമുറകൾക്ക് പഠിപ്പിക്കുകയായിരുന്നു. കേവലം അതൊരു മായാവി കഥയല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപൂർവ്വമുള്ള ഇടപെടലാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ബിരുദധാരികളായ സഹാബികൾ, അഹ്സനികൾ ധാരാളം വിവിധ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങി സേവനം ചെയ്യുന്നവർ അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് പഠിക്കാനും ആത്മീയ ലോകത്തേക്ക് കൈപിടിച്ച് ഉയരാനും ശ്രമിച്ചത്. ആ മഹാമനീഷിയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കിടക്കുന്നത്. സുസ്മേധവതനായി ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. 2-3 കൊല്ലമായി കൊണ്ടു നടന്ന രോഗം കുടുംബങ്ങൾ നിരന്തരം ഉപദേശിച്ച് ചികിത്സിക്കാൻ, എന്നിട്ടും അവസാന കളിക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഉറക്കം പൊളിച്ച് വയറിലും വയറ്റത്തും കാലിലും നീരിലൊക്കെ വീർത്തിരിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കം പൊളിച്ച് ഗ്രന്ഥരചനയിൽ തപസ്സിരുന്ന മഹാമനീഷിയാണ് ഈ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഹാരം നീ വെളിച്ചമാക്കണേ വർത്താനെ. ജീവിത കാലത്ത് എവിടെ സദസ്സ് സംഘടിപ്പിക്കുകയാണെങ്കിലും എവിടെ ക്ലാസ് ഉണ്ടാവുകയാണെങ്കിലും റസൂലുള്ളാഹിന്റെ പേരമക്കൾ സയ്യിദുമാര് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും തങ്ങൾമാരെ നിങ്ങളാണ് ഇതിൻ്റെ അടിത്തറ, ഞങ്ങളൊക്കെ നിങ്ങളെ അടിമകളാണെന്ന് സ്ഥിരം പറയാനുള്ള വാചകം കേവലം കസർത്തായിരുന്നില്ല. ഉള്ളു നിറഞ്ഞ് മനം നിറഞ്ഞ് പറഞ്ഞ ഇഖ്ലാസിന്റെ നിഷ്കപടമായ നിസ്വാർത്ഥമായ വചനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് മരണപ്പെട്ടാലും ഏതെങ്കിലും വല്ല സയ്യിദുമാര് സഭയിലുണ്ടെങ്കിൽ അവനാണ് ഇമാമെന്ന് നിസ്കരിക്കേണ്ടത്, അവരില്ലെങ്കിൽ മാത്രം മൂത്ത മകൻ നിസ്കരിക്കണം എന്ന് അവർ പറഞ്ഞു വെച്ചത്. അല്ലാഹു തആല ആ മഹബത്ത് അവർക്ക് ആഖിറത്തിൽ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജ്യേഷ്ഠാനുജന്മാര്, അവിടുത്തെ കുടുംബം, മഹല്ല് നിവാസികൾ എല്ലാവരോടും ആ മഹാന്റെ മരണത്തിൽ ഉള്ള അഭേദമായ വിഷമത്തിൽ ഞങ്ങളൊക്കെ സാന്ത്വനപ്പെടുത്തുകയും കൂടുതൽ ഈ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം പൂവണിയുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിന് എല്ലാവരും പിന്തുണ നൽകി അത് വിജയിപ്പിച്ച് സഹായിച്ച് സഹകരിച്ച് കൊടുക്കണം എന്ന് സിമ്മിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു.
ആൾക്കാർ വീണ്ടും നിസ്കരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വട്ടം കൂടി നമുക്ക് വൈകി നിസ്കരിക്കേണ്ടതുണ്ട്. ജഡ്ഭോഗങ്ങൾ കൊല്ലം രണ്ടാമത്തെ നിസ്കാരത്തിന് നേതൃത്വം തരും. അതിനു മുമ്പ് നമ്മുടെ ഈ രണ്ടാമത്തെ നിസ്കാരത്തിന് മുമ്പ് മഹല്ലുള്ള ഒരു ചെറിയ അനുസ്മരണം, സമയമില്ലാത്തതുകൊണ്ട് നോമ്പുകളുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടും രണ്ടാമത്തെ നിസ്കാരത്തിന് മുമ്പ് കുറഞ്ഞ സമയം കൊണ്ട് 2-3 വാക്കുകൾ മഹല്ല് സെക്രട്ടറി മറ്റൊക്കെ വന്നിട്ടുണ്ട്. അവർ അനുസ്മരണം നടത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ദീർഘകാലം പാണാവള്ളി മണപ്പുറം ജമാഅത്തിന്റെ പ്രസിഡന്റായും മഹല്ല് ഖത്തീബായും സേവനം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മയ്യത്താണ് ഇവിടെയുള്ളത്. സമയത്തിന്റെ പരിമിതി മൂലമാണ് ഇങ്ങനെ ഓടിച്ചിട്ട് പരിപാടി നടന്നത്. വിശദമായി ഒരു അനുസ്മരണ സമ്മേളനം നടത്തേണ്ടത് സമയപരിമിതിയില്ലാത്ത വിഷയമാണ്. മഹല്ല് ജമാഅത്തിന്റെ ആദരവും അനുസ്മരണവും ദുആയും നൽകുന്നതിന് വേണ്ടി മഹലിന്റെ ഖത്തീബ് സലീം അൽ ഖാസിമി അവരുടെ അനുസ്മരിക്കുന്നതിനായി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ വന്നിട്ട് 1.5 വർഷത്തോളമായി. അതിനുശേഷമുള്ള പരിചയമാണ് ജാരകത്തോടമായിട്ട്. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ അനുഭവത്തിലും ആലിമീങ്ങളോട് വലിയ ബഹുമാനമുള്ള, ഒരുപാട് ദീനിനോട് വലിയ സ്നേഹമുള്ള, ദീന്റെ വിഷയത്തിൽ വലിയ ആവേശമുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു താലിബ് ഉസ്താദ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം സമ്പത്ത് കൊണ്ട് സ്വർഗം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. മനുഷ്യൻ സമ്പത്ത് കൊണ്ട് ദുനിയാവിനെ കരസ്ഥമാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് ദീനീയായ സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്തി. അതേപോലെ ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് ദീനീ സേവനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ സമ്പത്തിന്റെ മുഖ്യ ഭാഗവും അദ്ദേഹം എന്ത് ചെയ്ത്, അതുകൊണ്ട് ദീനിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി, എന്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്, സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം വെറും സാധാരണ ഒരു വ്യക്തിത്വമല്ല. അല്ലാഹു തആല അദ്ദേഹത്തെ കബൂലാക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അല്ലാഹു തആല വിജയത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹം പോകുന്ന പരലോക ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദീനി സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ ദീനി സ്ഥാപനത്തിലൂടെ വാർത്തെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
فقل لهما بلسان فصيح طلق ذلق بلادي ومحمد صلى الله عليه وسلم. എല്ലാവരും നമ്മൾ ഒരാൾ ദ്വാരക്കുകയും മറ്റുള്ളവർ ആദ്യം പറയുകയും ചെയ്താൽ എല്ലാവരും ദ്വാരുന്ന ഫലത്തിലാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാം ഖുർആനിനെ പറ്റി പറഞ്ഞ ദഅവത്തുക്കുമാന്നാ പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ദ്വാരം സ്വീകരിക്കപ്പെട്ടു. മൂസാ നബി നിങ്ങളല്ലേ ദ്വാരം സ്വീകരിച്ചു. ഹാറൂൻ നബി ഓണയ്ക്ക് പോന്നേന്നല്ല പറഞ്ഞു. ഇവിടെ ഉസ്താദിൻ്റെ ഏറ്റവും മുഹിബായവർ എണ്ണം പറഞ്ഞ അലിമാണ് നമ്പറും കുട്ടിതാലിമി അല്ലായിൻ്റെ ഫസീബായിരുന്നു. ഉൽഫാത്തിൻ്റെ ഫസീബായിരുന്നു. ഒരുകാലം സേവനം ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ പഠിച്ചു വലുതായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بجلاله. اللهم صل على سيدنا محمد لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. ഞങ്ങളെയും പാപവിമുക്തരാക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കണമേ. വിമോചനം നീ നൽകുന്ന നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും മഹാനവറുകളെയും നീ ഉൾപ്പെടുത്തണമേ. അവരുടെ കബറിടം നീ പ്രവിശാലമാക്കണമേ. കബറിടം നീ പ്രകാശപൂരിതമാക്കണമേ. ദൂരത്ത് നീ പ്രവിശാലമാക്കി കൊടുക്കണമേ. സ്വർഗീയമായ സൗഖ്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും വിരുന്നുകളും ഭക്ഷണ പാനീയങ്ങളും നൽകി നീ അനുഗ്രഹിക്കണമേ. ലോക ജീവിതം അവരുടേതും ഞങ്ങളുടേതും നീ ആനന്ദകരമാക്കണം. സത്യയായ ജീവിതം അവരുടേതും ഞങ്ങളുടേതും നീ സന്തോഷകരമാക്കണമേ. യാതൊരുവിധ ശിക്ഷയിലും പെടാതെ കണ്ട് റബ്ബേ അവരെയും ഞങ്ങളെ നീ കാത്തോളണമേ. പറഞ്ഞവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ. വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണമേ. അഷ്റഫുൽ ഖൽഖായ ബദറുൽ കമാലായ അവിടുത്തെ സഹായവും അവിടുത്തെ മഴിയത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. സ്വലാത്ത് വിരട്ടിക്കുന്നവർക്ക്, സ്വലാത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക് മുത്തുനബിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണല്ലോ റബ്ബേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. നിന്റെ മഹത്തുക്കളായ അടിയാറുകൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. റബ്ബേ തീർച്ചയായും മഹാനരായ അബ്ദുൽ ഉസ്താദിന് അത് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വിശ്വാസം സാക്ഷാത്കരിക്കണമേ. അല്ലാഹുവേ അവർക്ക് നീ ആ പോരിശ കൊടുക്കണമേ. നബിയെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നീ തൗഫീഖും സൗഭാഗ്യവും നൽകണമേ. ത്തിൽ വെച്ചുകൊണ്ട് ഈ നിമിഷത്തിൽ പരിശുദ്ധ മദീനയിലേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരത് പെടുത്തണമേ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും ആ സൗഭാഗ്യം നീ നൽകണമേ. എല്ലാം സേവനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എല്ലാം നീ കബൂലാക്കണം. എന്റെ സേവനത്തിലായിരുന്നു മരിക്കുമ്പോഴും എന്നും ഓരോ നിമിഷവും ഇൽമിന്റെ സേവനത്തിലായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു, ഗവേഷണത്തിലായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് സമ്മാനിച്ചവരാണ് റബ്ബേ. നീ എല്ലാം കബൂലാക്കണമേ. അല്ലാഹ് ജീവിച്ച മഹാനാണ് റബ്ബേ. നീ പുറത്തു കൊടുക്കണമേ. സമയത്തിന്റെ പോരിശ കൊണ്ട് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ ഞങ്ങൾക്കും അദ്ദേഹത്തിനും സ്വർഗീയ ലോകത്ത് ഹബീബായ മുത്ത് മുസ്തഫ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകണമേ.
ഉമ്മത്തി മുഹമ്മദിൻ آمين يا ربي إنك لا تخلف الميعاد آمين اللهم أوصل الثواب إلى حضرات جميع الأنبياء والمرسلين آمين إلى حضرات الخدمة جيدة പ്രിയപ്പെട്ട പിതാവാണ് റഹ്മാനെ ആമീൻ സാലിഹായ ആലിമാണ് റഹ്മാനെ ആമീൻ ഇതിന്റെ ഇൽമ എത്രയോ ആയിരങ്ങൾക്ക് പങ്കുവച്ചവരാണ് റഹ്മാനെ ആമീൻ എത്രയോ ആയിരങ്ങൾക്ക് താങ്ങും തണലുമായവരാണ് റഹ്മാനെ ആമീൻ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ സ്ഥാപനം സ്ഥാപിച്ചവരാണ് റഹ്മാനെ ആമീൻ ഇൽമിന്റെ വിതരണത്തെ മഹബത്തായ ജീവിതത്തിന്റെ അജണ്ടയായി ഏറ്റെടുത്തവരാണ് റഹ്മാനെ ആമീൻ ഇൽമിന്റെ പ്രകാശം ഖബറിൽ നൽകണേ അല്ലാഹ് ആമീൻ മഹബത്ത് വെച്ച ഇൽമിന്റെ മഹബത്ത് ഖബറിൽ കാണിക്കണേ അല്ലാഹ് ആമീൻ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ നഫ്ഇ ഖബറിൽ കാണിച്ചു കൊടുക്കണേ അല്ലാഹ് ആമീൻ എത്രയോ ആളുകൾക്ക് ഉപകാരപ്രദമായി ചികിത്സാ രംഗത്ത് തന്നെ അത്ഭുതകരമാകുന്ന എത്രയോ കുടുംബക്കാരെ സന്തോഷിപ്പിച്ചു എത്രയോ ആലിമീങ്ങളെ സമാധാനിപ്പിച്ചു എത്രയോ സാലിഹീങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി എല്ലാം അളവറ്റ സവാബ് നീ നൽകണേ ആമീൻ അത് ഏറ്റവും പ്രിയപ്പെട്ടവരാരെന്ന് ചോദിച്ചു ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്തവരോട് അല്ലാഹുവിന് വലിയ മഹബ്ബത്ത് ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആലിമീങ്ങൾക്കും സാലിഹീങ്ങൾക്കും നഫ്ഇ ചെയ്തവരാണ് റഹ്മാനെ അവർക്ക് സവാബ് നൽകണേ റബ്ബേ ഖബർ വിശാലമാക്കണേ റബ്ബേ ഖബർ പ്രകാശപൂരിതമാക്കണേ റബ്ബേ ജീവിതത്തിൽ മനുഷ്യ സഹജമായി എന്തെങ്കിലും സല്ലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അഫ്വായ റബ്ബേ നീ പുറത്തു കൊടുക്കണം എന്തെങ്കിലും സല്ലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ വഫാറായ റബ്ബേ നീ മാപ്പ് നൽകണം സൂര്യയുടെ വേദന പോലും ഈ ഖബറിൽ നീ നൽകല്ലാതെ സവാബ് നൽകണേ മഹബ്ബത്തിന്റെ പ്രതിഫലം നൽകണേ റസൂലുള്ളാഹി അതിരറ്റ മഹബ്ബത്ത് വെച്ചവരാണ് പരിശുദ്ധത്തിലും അല്ലാഹ് ശരീഫിന്റെ തിരുനോട്ടം ആ ഖബറിൽ നീ കൊടുക്കണേ അല്ലാഹ് ശരീഫിന്റെ നൂറത്തുൽ റഹ്മത്ത് കൊണ്ട് ഈ ഖബർ നീ അലങ്കരിക്കണേ അല്ലാഹ് വെച്ചവരെ അവർക്ക് നീ സ്വർഗ്ഗീയാരാണ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ എല്ലാ മതലും അവരുടെ മഹബ്ബത്തും തലമുറയായി നിലനിർത്തണേ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ഞങ്ങളെയും അവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ മുത്തനബി നബിയായതിനു ശേഷം മക്കത്തേക്കാൾ കൂടുതൽ മദീനത്ത് നടന്നപ്പോൾ മദീനത്തെ മണ്ണിന് ശിഫയുണ്ടെന്നും അതിനെ എതിർത്തവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞവരാണ് ഇമാം മാലിക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മാസം മുഴുവനും നിന്നെ ഭയപ്പെട്ട് നോമ്പ് പിടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമല്ലാഹ്. ശരീരത്തിന് നമ്മളോടടുത്ത സഹകാരികളായ എല്ലാവർക്കും വേണ്ടി ആശീർവദിക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഈ മക്കൾ നമ്മളത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യും. നമുക്കൊരു അങ്ങനെ ഒരു കൂടുതൽ അറിയണം, അത് അറിയാനുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളെ അറിയിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുന്നതിലേക്ക് ചീരണി നിസാമി കോട്ടയം, ഹംസ ഹാജി പലങ്ങാട്. إلى الولي القانت الشيخ يوسف. لا إله إلا الله محمد رسول الله. يا ربنا آت المنى نرجو الهدى نرجو الغنى. لا إله إلا الله لا إله إلا الله لا إله. ومحبة الأسرار الرحمانية صلى الله عليه وسلم. محبة الرحمانية صلى الله عليه وسلم. عاشقة عقد النبي صلى الله عليه وسلم. ചുറ്റുള്ള ഞങ്ങളുടെ സഹോദരന്മാരുടെ സഹായികളുണ്ട്. ആമീൻ. അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആമീൻ. മക്കളെല്ലാം സ്ഥാനത്തെത്തിക്കണേ അല്ലാഹ്. ആമീൻ. وبحمدك يا قيوم اختم بالخير لنا كلا وأتم نعمك علينا ثم أتم لقياك بفردوس الروضة. بالخير لنا كل خير لنا كل رغد. صلوات الله على المجد الهادي الله بكل فم تخشى الهادي على محمد يا السلام عليكم ورحمة الله وبركاته. صلوات